ന്യൂസിലാൻഡിനെ കറക്കി വീഴ്ത്തി ഇന്ത്യ. ഇന്ത്യൻ സ്പിന്നർമാർ കളം നിറഞ്ഞു കളിച്ചപ്പോൾ കിവിസിനെ 44 റൺസിന് തകർത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സെമിയിലോട്ട്. സെമിയിൽ ചൊവ്വാഴ്ച ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ബുധനാഴ്ച നടക്കുന്ന രണ്ടാം സെമി ന്യൂസിലാൻഡിന്റെ എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. മത്സരത്തിൽ ടോസ് കിട്ടിയ കിവിസ് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഞെട്ടിക്കുന്ന തുടക്കമാണ് ഇന്ത്യക്ക് മത്സരത്തിൽ കിട്ടിയത്. ഫോമിലുള്ള ഗില്ലിനെ ഹെൻറി മടക്കിയപ്പോൾ രോഹിത്തിനെ ജാമിസണും മടക്കി. ഒരിക്കൽ കൂടെ ഫീൽഡിംഗിൽ ഗ്ലെൻ ഫിലിപ്സ് അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ വിരാട് കോഹ്ലിയും മടങ്ങി. 7 ഓവറിൽ 30-3 എന്ന നിലയിലോട്ട് ഇന്ത്യ തകർന്നു. എന്നാൽ പിന്നീട് കൂടിച്ചേർന്ന ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ സഖ്യമാണ് ഇന്ത്യയെ രക്ഷിച്ചത്. ശ്രേയസ് 79-നും അക്സർ 42 റൺസും നേടി. എന്നാൽ ഒരിക്കൽ പോലും ഇന്ത്യൻ ബാറ്റർമാർക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കിവീസ് ബോളർമാരും ഫീൽഡർമാരും സമ്മതിച്ചില്ല. അവസാനം ഹാർദിക് 45 റൺസിന്റെ ഇന്നിംഗ്സിനാണ് 249 എന്ന മാന്യമായ ടോട്ടൽ ഇന്ത്യക്ക് നേടാൻ സഹായിച്ചത്. ഒരിക്കൽ കൂടെ ഇന്ത്യക്കെതിരെ ഹെൻറി മികച്ച പ്രകടനം നടത്തിയപ്പോൾ പ്രധാന 5 വിക്കറ്റുകളാണ് താരം മത്സരത്തിൽ നേടിയത്. മറുപടി ബാറ്റിംഗിൽ അപകടകാരിയായ രച്ചിൻ രവീന്ദ്രയെ ആദ്യം തന്നെ മടക്കി ഹാർദിക് ഇന്ത്യക്ക് മേൽക്കൈ സമ്മാനിച്ചു. എന്നാൽ ഒരറ്റത്ത് മികച്ച ഒരു ഇന്നിംഗ്സ് ഉണ്ടാക്കിയ വില്യംസൺ ന്യൂസിലാൻഡിന് വേണ്ടി പൊരുതി. ഇന്ത്യൻ സ്പിന്നർമാർ വന്നതോടെ ന്യൂസിലാൻഡിന്റെ റൺ റേറ്റ് കുറഞ്ഞു. റൺ കണ്ടെത്താൻ ടീം നല്ലോണം വിഷമിച്ചപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യ വിക്കറ്റ് നേടി. വരുൺ ചക്രവർത്തിയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് കിവീസിനെ തകർത്തു കളഞ്ഞത്. മത്സരത്തിൽ കിവീസിന്റെ 9 വിക്കറ്റ് സ്പിന്നർമാരാണ് നേടിയത്. ഒടുവിൽ കിവീസ് പോരാട്ടം 205-ന് അവസാനിച്ചപ്പോൾ ഇന്ത്യക്ക് 44 റൺസിന്റെ വിജയം. 5 വിക്കറ്റ് നേടിയ വരുണാണ് കളിയിലെ താരം. വിജയത്തോടെ ഒരിക്കൽ കൂടെ മറ്റൊരു ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. ഓസ്ട്രേലിയക്കെതിരെ മോശം റെക്കോർഡുള്ള ഇന്ത്യക്ക് ആ മത്സരം കടുപ്പമാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ മെയിൻ ബോളർമാർ ഇല്ലാതെ വരുന്ന ഓസ്ട്രേലിയയെ തകർത്താൻ ഈ കരുത്തരായ ഇന്ത്യൻ സംഘത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് ഫൈനലിന്റെ തോൽവിക്ക് ഒരു മധുര പ്രതികാരം ചെയ്യുക തന്നെ വേണം. T20 വേൾഡ് കപ്പിലെ വിജയം മറക്കുന്നില്ല എങ്കിലും. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.